നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മുടെ വീട് മുഴുവൻ വൃത്തിയാക്കി എടുക്കാനുള്ളൊരു അടിപൊളി ട്രിക്കുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അതും ചുരുങ്ങിയ ചിലവിലാണ് കേട്ടോ നമ്മളിത് മുഴുവനായിട്ടും ചെയ്തെടുക്കുന്നത്. ഒരു തവണ വീട് മുഴുവൻ വൃത്തിയാക്കാനായിട്ട് 5 രൂപയിൽ താഴെ മാത്രമേ നമുക്ക് ചിലവ് വരുന്നുള്ളൂ കേട്ടോ. നമ്മുടെ വീട്ടിൽ എത്ര കറ പിടിച്ച ബാത്റൂം ആണെങ്കിലും ഇപ്പോൾ ക്ലോറിൻ കലർന്ന വെള്ളം കാരണമൊക്കെ ഒരുപാട് കറകളും കലകളും പോവാത്ത ഒക്കെ ഉണ്ടാവില്ലേ, പാത്രങ്ങളുടെ അടിഭാഗത്തുള്ള കലകൾ, പാത്രങ്ങളിലുള്ള കറകൾ, പിന്നെ ഇരുമ്പ് കറകളൊക്കെ ഉണ്ടാവില്ലേ, ഒട്ടും പോവാത്ത എല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് വൃത്തിയാക്കി എടുക്കാനുള്ളൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കിച്ചണിൽ നിന്നാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. നമ്മുടെ കിച്ചൺ ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ സൂക്ഷിച്ച് നോക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ കറകളും കലകളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്വിച്ച് ബോർഡാണ് കേട്ടോ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഞാനൊരു ബാത്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തമിഴ്നാട്ടിൽ നിന്ന് 2 പേര് വന്നിട്ട് അവരുടെ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി ഡെമോ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പം അവരുടെ 2 പ്രൊഡക്ട്സാണ് എർത്ത് മസ്കും എർത്ത് HSRും. അപ്പോൾ അതിലുള്ള എർത്ത് മസ്കാണ് നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ട്, അതായത് കിച്ചണിലും നമ്മുടെ പാത്രങ്ങളും അങ്ങനെ ചെറുതായിട്ടുള്ള കറകളും കലകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. HSR ആണ് നമ്മൾ ഒരുപാട് നാൾ പോവാത്ത കറകൾ, ഇപ്പോൾ ക്ലോസറ്റിലൊക്കെ കുഴൽ കിണറിന് വെള്ളം വെച്ചിട്ട് വെള്ളം ഇങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നതുകൊണ്ട് കറകൾ ഉണ്ടാവില്ല, എന്ത് ഇട്ട് കഴുകിയാലും പോവാത്ത കറകൾ, അത് കളയാൻ വേണ്ടിയിട്ട് HSR ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വെറും 150 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ബോട്ടിലിൽ നിന്നും 1 സ്പൂൺ ലിക്വിഡ് എടുത്തിട്ട് അതിലേക്ക് ബാക്കി വെള്ളം കൂടെ ചേർത്ത് ഡൈലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്തിട്ടാണ് കേട്ടോ അവരിത് മൊത്തം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോണത്. ഇപ്പോൾ ക്ലീൻ ചെയ്യുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടും പോവാത്ത ഈ ഒരു സ്റ്റൗവിൻ്റെ വയറുണ്ടാവില്ലേ, ഇതുമ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് ഉരച്ച് കഴുകാനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ മെല്ലൊക്കെ കഴുകാറുണ്ട്, പക്ഷെ അതിൻ്റെ ആ ഒരു കറയൊന്നും പോകാറില്ല. അപ്പോൾ അത് ഞാൻ അവരോട് ക്ലീനാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് വളരെ സിമ്പിളായിട്ടോ എല്ലാം പറ്റുമെന്നാണ് അവർ പറയണത്. അവർക്ക് അവരുടെ പ്രൊഡക്റ്റിൽ അത്രയും വിശ്വാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇനി അടുത്തത് ചിരവയാണ് കേട്ടോ. ചിരവയുടെ ആ ഒരു മൂടിയിലുള്ള അഴുക്കൊക്കെ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചതാണ്, പക്ഷെ അവർ ജസ്റ്റ് ഒന്ന് അത് സ്പ്രേ ചെയ്ത് തുടച്ചെടുത്തപ്പോഴേക്കും അത് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിരവ ചെയ്തപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇത് കിച്ചണിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര പേടിയാട്ടോ, ഈ പുറത്തുനിന്ന് വാങ്ങുന്ന, ഇനിയിപ്പോൾ നമ്മുടെ ബോഡിയിൽ നമ്മൾ കുടിക്കാനൊക്കെ എടുക്കുമല്ലോ പുറത്തുനിന്ന്, പിന്നെ എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ തടി കുറയ്ക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാനും പിന്നെ കിച്ചണിൽ ഇതുപോലെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാനൊക്കെ എനിക്ക് നല്ല പേടിയാട്ടോ. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിച്ചു, ഇത് ഇപ്പോൾ ചിരവയിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അവരിങ്ങനെ കാണിച്ചു തരാണ്, ഇത് ISO അപ്രൂവ്ഡ് പ്രൊഡക്റ്റാണ്, ഒരു കുഴപ്പമുണ്ടാവില്ല, ഇങ്ങനെ അപ്രൂവൽ കിട്ടണമെങ്കിൽ ഞങ്ങൾ അത്രയും നല്ല പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണല്ലോ കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് കേട്ടോ അവരുടെ ആ ഒരു പ്രൊഡക്ട്സിൽ. അപ്പോൾ ആദ്യം സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്തു, പിന്നെ ഇതാ മിക്സി, പിന്നെ സ്റ്റവിൻ്റെ വയറ്, പിന്നെ ചിരവ, അങ്ങനെ കിച്ചണിൽ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇനി നമ്മുടെ സ്റ്റൗവിൻ്റെ അടുത്തുള്ള ഈ ഒരു ജനലിൽ എത്ര നമ്മൾ വൃത്തിയാക്കിയാലും അതിലുള്ള അഴുക്ക് പിന്നെയും ഇങ്ങനെ ഉണ്ടാവും. നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തായതുകൊണ്ട് അങ്ങനെ ആവി ഇതൊക്കെ ചെന്നിട്ടായിരിക്കും. അപ്പോൾ അവർ അതിലൊന്ന് സ്പ്രേ ചെയ്തിട്ടോ, അതിൻ്റെ വ്യത്യാസം എനിക്ക് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതമായിപ്പോയി കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ആ ഒരു ഗ്ലാസ് അവർ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നത് എന്താ അറിയോ, ഞങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാം, പക്ഷേ നിങ്ങളിപ്പോൾ നല്ല കറ പിടിച്ച പാത്രങ്ങളോ ഒക്കെ ആണെങ്കിൽ നിങ്ങളത് സ്പ്രേ ചെയ്തിട്ട് ഒരു 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേറെ എല്ലാ ജോലികൾ ചെയ്യാം, ഞങ്ങൾക്കിപ്പോൾ ഇത് ചെയ്തിട്ട് ഞങ്ങൾക്ക് പോകണം, അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ചെയ്തു തരാം. പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ സോക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും റിസ്ക് ഇല്ല. ഇതുപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും പോവാത്തത് ഉരക്കാനോ ഒന്നും നിൽക്കണ്ട, നല്ല കറയുള്ളതൊക്കെ ഒറ്റയടിക്ക് തുടച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഗ്ലാസിൻ്റെ ഒരു മാറ്റം കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി പോയിട്ട്. അപ്പോൾ കിച്ചണിലുള്ള ചെറിയ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതാ ഓപ്പൺ ടെറസിൽ വന്നതാണ് കേട്ടോ. അവരാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും ചൂസ് ചെയ്തത് കേട്ടോ, ഇവിടെ ക്ലീൻ ചെയ്യാം ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓപ്പൺ ടെറസിൽ നല്ല അഴുക്ക് പിടിച്ച് കിടക്കായിരുന്നു കേട്ടോ. അവർ ജസ്റ്റ് അതൊന്ന് സ്പ്രേ ചെയ്ത് ഒന്നങ്ങോട്ട് കൈവച്ചിട്ട് വരച്ചപ്പോഴേക്കും നല്ല ഒരുപാട് നാളായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് ഉണങ്ങി പിടിച്ച് നിൽക്കണമല്ലേ, അതൊന്നും അത്ര പെട്ടെന്ന് സോക്കായിട്ട് കിട്ടാൻ പണിയല്ലേ. നമ്മളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറേ സമയം വെള്ളം ഒഴിച്ച് വെക്കും, എന്നിട്ട് അത് കുതിർന്നതിന് ശേഷമൊക്കെ അല്ലേ ചെയ്യാം. അവർ സ്പ്രേ അടിക്കണം, അപ്പം തന്നെ അത് നല്ലപോലെ ഇളകി വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതാ ഈ ഒരു നല്ലപോലെ പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ ആ ഒരു മദ്യലുണ്ടാവില്ലേ അതിൽ. അപ്പോൾ അതിലേക്ക് അവർ SHR ആണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ അവർ പറയണത് ഇതൊക്കെ നമുക്ക് ഉരച്ച് കഴുകണമെങ്കിൽ നല്ല റിസ്ക്കാണ്, കുറേ ഇങ്ങനെ ഉണങ്ങി പിടിച്ചതല്ലേ. അപ്പോൾ ഈ HSR ഒഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ അത് മൊത്തത്തിൽ കുതിർന്ന് വരുന്നതാണ് കേട്ടോ. കണ്ട അത് ഒഴിച്ചപ്പോഴേക്കും അത് പെട്ടെന്ന് കുതിർന്ന് വന്ന്, അപ്പോൾ അവർ വീണ്ടും കാണിച്ചു തരാണ് HSR ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കുതിർന്ന് വരുന്നത്. നമ്മൾ 2 പ്രൊഡക്ട്സാണ് കേട്ടോ അവർ പരിചയപ്പെടുത്തുന്നത്. ഒന്ന് ഈ ഇതുപോലെ
പായൽ, പിന്നെ കറ, നല്ല ഇരുമ്പ് കറയൊക്കെ ഉണ്ടാവില്ല, ഒരിക്കലും പോവാത്ത. അപ്പോൾ ഞാനിതാ ഒരു ഇരുമ്പ് കറ ഉണ്ടായിരുന്നു ഇവിടെ, ഒരു ഇരുമ്പിൻ്റെ ചെടിച്ചട്ടി വെച്ചിട്ട്. അപ്പോൾ അത് കുറച്ച് സമയം ഉരച്ചപ്പോൾ ഒന്നും പോയില്ല കേട്ടോ. പിന്നെ അത് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കും അത് പോയിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഫോണിൽ കാണുന്നില്ല കേട്ടോ. ഞാനാണെങ്കിൽ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇനി പിന്നീട് ഒരു വീഡിയോയിൽ ഞാനത് കാണിച്ചു തരട്ടെ. ആ ഇരുമ്പ് കറയൊക്കെ മുഴുവനായിട്ടും പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് കണ്ടപ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഷോക്കായത്. ആദ്യം അവർക്കത് സോക്ക് ചെയ്ത് വെക്കാൻ ടൈം ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പം അങ്ങനെ പോവാത്തത് കണ്ടപ്പോൾ അവർ പറഞ്ഞു ഇത് ടൈലിൽ പിടിച്ച കറയാണ്, അതുകൊണ്ടായിരിക്കും പോവാത്തതെന്ന് പറഞ്ഞു. പക്ഷേ നമുക്കൊന്ന് സോക്ക് ചെയ്ത് വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അത് പോയപ്പോൾ സത്യം പറഞ്ഞാൽ നല്ല അത്ഭുതമായി. നമ്മൾ ക്ലോസറ്റിലൊക്കെ ചില ഈ കുഴൽ കിണറിലെ വെള്ളം കാരണമൊക്കെ നല്ല അഴുക്കുണ്ടാവില്ലേ, അതൊക്കെ പോകുന്നുള്ളത് ആ ഒരു ഇരുമ്പ് കറ പോയപ്പോൾ എനിക്ക് ഷുവറായിട്ടോ. പിന്നെ നമ്മുടെ വാഹനങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇത് സ്പ്രേ ചെയ്തിട്ട് തുടച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരുപാട് സോപ്പ് കലക്കിയിട്ട് കഴുകാനൊന്നും നിൽക്കണ്ട. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ വേറെ പറഞ്ഞാലും നിങ്ങൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാറോ ജീപ്പോ എന്ത് വണ്ടിയാണെങ്കിലും ഓട്ടോ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇത് സ്പ്രേ ചെയ്തിട്ട് ഒന്നങ്ങോട്ട് തുടച്ചെടുത്താൽ മതി കേട്ടോ. ഒരുപാട് വെള്ളമോ കാര്യങ്ങളോ ഒന്നും വേണ്ട. പിന്നെ നമ്മുടെ ഈ ഒരു ഡോറിൻ്റെ നമ്മളിങ്ങനെ എപ്പോഴും പിടിക്കുന്നതുകൊണ്ട് അതിൽ നല്ല അഴുക്കുണ്ട് കേട്ടോ. അതിൻ്റെ രണ്ടിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കണ്ടോ. പിന്നെ നമ്മുടെ വാഷ് ബേസിൻ്റെ താഴെയായിട്ട് ഇതുപോലെ സ്റ്റിക്കറിൻ്റെ ഒരു കറ പോലെ ഉണ്ട്. അത് നമ്മൾ ഇനിയിപ്പോൾ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും ഉരക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളതങ്ങനെ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ഈ ഒരു സ്പ്രേ ചെയ്ത് ജസ്റ്റ് തുടച്ചപ്പോൾ തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പൈപ്പിൻ്റെ ബാക്കിലായിട്ട് നല്ലൊരു കറ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു ഇതിന് നമുക്ക് മസ്കല്ല HSR യൂസ് ചെയ്യേണ്ടി വരും, കാരണം അത് നല്ലൊരു കറയാണ്, ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടുള്ള കറയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിലേക്ക് അവർ HSR ഒഴിക്കുകയാണ് കേട്ടോ. അതൊന്ന് ഒഴിച്ച് ഒന്ന് തുടക്കുമ്പോഴേക്കും പോകുന്നുണ്ട്. സ്റ്റീലിൻ്റെ സ്ക്രബ്ബറൊന്നുമല്ല, സാധാരണ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒന്നങ്ങോട്ട് ഉരച്ചു കൊടുക്കുന്നുണ്ട്, കണ്ടോ. അതൊക്കെ നല്ല ഒരിക്കൽ നമ്മളൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നൊരു ഇതാണല്ലോ വാഷ് ബേസിനും സിങ്കൊക്കെ. പക്ഷെ അത് നമ്മൾ ഒരുപാട് തവണ ഉരച്ചിട്ടും പോവാത്തതാണ്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. നമ്മളെ വീട്ടിൽ വന്നിട്ട് അവരെ കൊണ്ട് ജോലി എടുപ്പിക്കല്ല. അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്ത് വേണമെങ്കിലും അവർ പറയണം, നല്ല രീതിയിൽ വീഡിയോ നല്ല അടിപൊളിയായിട്ട് കിട്ടണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ കാണിച്ചു കൊടുത്ത്. അപ്പോൾ പിന്നെ ലാസ്റ്റ് ബാത്റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടാട്ടോ പോണത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കപ്പിൽ അവർ ഈ ഒരു എർത്ത് മസ്ക് എടുത്തത് കണ്ടോ, അത്ര എടുത്തിട്ട് അതിലേക്ക് ബാക്കി വെള്ളമാണ് കേട്ടോ ഒഴിക്കണത്. അങ്ങനെ എടുത്തിട്ടാണ് ഇപ്പോൾ കിച്ചണിലുള്ള സാധനങ്ങളും ഒക്കെ അവർ വൃത്തിയാക്കി എടുത്തത്. പിന്നെ ബാത്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ബിഫോർ ആഫ്റ്റർ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് കാണിച്ചത്. ഇത്രയും നീറ്റായിട്ട് വളരെ പെട്ടെന്ന് ഒരു അരമണിക്കൂറിൻ്റെ ഒരു 15 മിനിറ്റ് കൊണ്ടാണ് ഈ ബാത്റൂം അവർ ഇത്രയും ക്ലീൻ ആക്കിയത്. നമ്മൾ യൂസ് ചെയ്യാത്തൊരു ബാത്റൂമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നല്ല കറയും കലയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ വീട്ടിലേക്കാണ് വന്നത്. അപ്പം അവരൊരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് ഔട്ട്രോ ആയിട്ടാണ് കൊടുക്കുന്നത്. കാരണം ഇൻട്രോയിൽ ഇങ്ങനെ തമിഴൊക്കെ പറയുന്നത് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ എന്താണെന്ന് വിചാരിച്ച് വീഡിയോ ഓഫായി പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാനത് ഔട്ട്രോ ആയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അത് പറയാം, ഞങ്ങൾക്ക് മലയാളം എന്നറിയില്ല. ഞങ്ങൾ ഇവരെ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു ബാത്റൂം ക്ലീനിങ്ങിൻ്റെ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് കണ്ടിട്ടാണ് ഇവർ വന്നത് കേട്ടോ. എന്തായാലും ഇവരുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ച് നോക്കിയപ്പോൾ 100% സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ഇരുമ്പ് കറ, ടൈലിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ഇരുമ്പ് കറ പോലും വളരെ പെട്ടെന്ന് 5 മിനിറ്റ് അതൊന്ന് സോക്ക് ചെയ്തെടുത്തപ്പോഴേക്കും അത് മുഴുവനായിട്ട് പോയിട്ടോ. പിന്നെ നമുക്ക് വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങാനുള്ള ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ആ ഒരു ഔട്ട്രോ കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. சேனலுக்காண்டி தமிழ்நாடுலேருந்து வந்திருக்கேன். எர்த் மாஸ்க் HSR, எனக்கு மலையாளம் வராது, ஓகே. மஸ்க்கு HSR இது ஒரு ரியல் ரிவ்யூ டெமோ செய்ய போகிறோம். சேனல் சப்ஸ்கிரைபர் ஃபுல்லாக நன்றி.